നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള NGO യൂണിയൻ 62ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ആലപ്പുഴയിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തലയുടെ കലാ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന PS കുമാർ അന്തരിച്ചു. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുൻപിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അർത്തുങ്കൽ ബസലിക്കയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠ ഞായറാഴ്ച നടക്കും. വിശദമായ വാർത്തകളിലേക്ക്. കേരള NGO യൂണിയൻ 62ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘ യോഗ രൂപീകരണം നടന്നു. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കേരള NGO യൂണിയൻ 62ാം സംസ്ഥാന സമ്മേളനത്തിന്റെ വിജയത്തിനായി സ്വാഗത സംഘ രൂപീകരണ യോഗം ആലപ്പുഴയിൽ നടന്നു. ആലപ്പുഴ ലിയോ 13 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R നാസർ, CITU സംസ്ഥാന സെക്രട്ടറി CB ചന്ദ്രബാബു, MLA മാരായ PP ചിത്തരഞ്ജൻ, H സലാം, മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ്, FSATU ജില്ലാ പ്രസിഡന്റ് PD ജോഷി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ, CITU ജില്ലാ ജനറൽ സെക്രട്ടറി P ഗാനകുമാർ, KGNA സംസ്ഥാന സെക്രട്ടറി L ദീപ, കർഷക സംഘം ജില്ലാ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KH ബാബുജാൻ, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി P സുരേഷ് എന്നിവർ സംസാരിച്ചു. NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ അധ്യക്ഷനായ യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ സ്വാഗതവും സ്വാഗത സംഘം ജനറൽ കൺവീനർ B സന്തോഷ് നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തലയുടെ കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന PS കുമാർ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. തിരക്കഥാകൃത്തും നാടകരചയിതാവുമായ ചേർത്തല കാളുകുളം ഇല്ലത്തുവെളി PS കുമാർ അന്തരിച്ചു. ദേശീയ അവാർഡ് നേടിയ ശാന്തം സിനിമയുടെ കഥ കുമാറിൻ്റേതാണ്. ഇതുൾപ്പെടെ 15 സിനിമകൾക്ക് കഥയോ തിരക്കഥയോ എഴുതിയിട്ടുണ്ട്. 25ഓളം നാടകങ്ങൾക്കും കഥ എഴുതി. 2014 പക്ഷാഘാതത്തെ തുടർന്ന് ഏറെക്കാലം തിരുവനന്തപുരത്തെ ശ്രീചിത്രയിലും ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലുമായി ചികിത്സയിലായിരുന്നു. പിന്നീട് വീട്ടിലേക്ക് മാറ്റിയെങ്കിലും കഴിഞ്ഞ ദിവസം വീണ്ടും ആശുപത്രിയിലാക്കിയിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് മരിച്ചു. സംസ്കാരം ശനിയാഴ്ച 3-ന് മരട് ശാന്തി കവാടത്തിൽ നടന്നു. ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്, വിനയപൂർവ്വം, വിദ്യാധരൻ, ഹർത്താൽ തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥ എഴുതിയ കുമാർ ഭർത്താവുദ്യോഗം, ദീപങ്ങൾ സാക്ഷി തുടങ്ങിയവയ്ക്ക് കഥയും തിരക്കഥയും എഴുതിയിട്ടുണ്ട്. വിഷസർപ്പത്തിന് വിളക്ക് വയ്ക്കരുത്, മുക്കുവനും ഭൂതവും, നൊമ്പരം കൊള്ളുന്ന കാട്ടുപൂക്കൾ, അഹം എന്നീ നാടകങ്ങൾ KPSCക്ക് വേണ്ടി എഴുതി. വിഷസർപ്പത്തിന് വിളക്ക് വയ്ക്കരുത് എന്ന നാടകത്തിന് അബുദാബി ശക്തി അവാർഡ് ലഭിച്ചു. രാജൻ P ദേവിൻ്റെ ജൂബിലി തിയേറ്റേഴ്സിന് വേണ്ടിയും നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. 1993 രാജൻ P ദേവിനെ പ്രധാന കഥാപാത്രമാക്കി നിർമ്മിച്ച കടൽപ്പൊന്ന എന്ന ടെലിഫിലിമിൻ്റെ കഥയും തിരക്കഥയും കുമാറിൻ്റേതാണ്. ഒരു കാലത്ത് സിനിമ, നാടക, സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു PS കുമാർ. പ്രമുഖ നടന്മാരും നടിമാരും അഭിനയിച്ച സിനിമകൾക്ക് തിരക്കഥ എഴുതി മുൻനിര തിരക്കഥാകൃത്തായി മാറിയ അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ ജീവിതം ഏറെ ദുരിതപൂർണ്ണമായിരുന്നു. വർഷങ്ങളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്ന അദ്ദേഹത്തെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ചേർത്തലയിലെ സുഹൃത്തുക്കൾ ഏറെ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ദേശീയ അവാർഡ് നേടിയ ചലച്ചിത്ര തിരക്കഥാകൃത്തായിട്ടും സിനിമാ നാടക സംഘടനകളിൽ നിന്നും സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന ദുഃഖവും PS കുമാർ മറച്ചുവെച്ചിരുന്നില്ല. സ്വന്തം വീട് വിട്ട് ചേർത്തലയിൽ വാടക വീട്ടിലായിരുന്നു താമസം. ശരീരം തളർന്ന് കിടപ്പിലായെങ്കിലും ജീവിതത്തിലേക്ക് പതിയെ തിരിച്ചു വരുന്നതിനിടെയാണ് അന്ത്യം. PS കുമാർ ചേർത്തലയ്ക്ക് മാത്രമല്ല സാംസ്കാരിക കേരളത്തിന്റെ തന്നെ തീരാ നഷ്ടമാണെന്ന് മുൻ MP ആയ അഡ്വക്കേറ്റ് AM ആരിഫ് പറഞ്ഞു. PS കുമാർ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അനിതര സാധാരണമായ കലാവൈഭവമുള്ള, നല്ല എക്കാലത്തും നമ്മുടെ നാട് ഓർത്തിരിക്കുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ചു, തിരക്കഥകൾ സമ്മാനിച്ചു, നാടകങ്ങൾ സമ്മാനിച്ചു. ഒരു ജനകീയനായ കലാകാരനായിരുന്നു ശ്രീ PS കുമാർ. അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ രചനകൾ തീർച്ചയായും ശാന്തം പോലുള്ള ദേശീയ അംഗീകാരം നേടിയ സിനിമയ്ക്ക് വരെ തിരക്കഥ എഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ നാടിനെ സംബന്ധിച്ചുള്ള അഭിമാനകരമായ കാര്യമാണ്. ജീവിത പ്രയാസങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നെങ്കിലും
ജനങ്ങളുമായി ബന്ധപ്പെട്ട് അനുദിനം ഓരോ കാര്യങ്ങളും എല്ലാ ചെറുതും വലുതുമായ നമ്മുടെ കലാകൂട്ടായ്മയിലെല്ലാം PS കുമാർ സജീവ സാന്നിധ്യമായിരുന്നു. സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ, സംവിധായകനായ ജയരാജ്, ബെന്നി P നായരമ്പലം, KPSC സെക്രട്ടറി ഷാജഹാൻ, വയലാർ ശരത്ചന്ദ്രവർമ്മ, കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ്, അഡ്വക്കേറ്റ് AM ആരിഫ്, അരൂർ MLA ദലീമ ജോജോ, പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ K പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് തുടങ്ങിയവരും മറ്റ് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും PS കുമാറിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റിന് മുൻപിൽ ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗം, ഇടതുപക്ഷ ട്രാൻസ്ജെൻഡർ സംഘടനയുടെ ആലപ്പുഴ ജില്ലയിലെ നേതാവ് ഋഗ്വേദ് ട്രാൻസ്ജെൻഡർ വിരുദ്ധ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഈ വ്യക്തി മാസങ്ങൾക്ക് മുമ്പ് ഒരു പീഡനക്കേസിലകത്തായിരുന്നു. ഈ വ്യക്തിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഭരണപക്ഷത്തിലിരിക്കുന്ന പാർട്ടിയുടെ നേതാവ് എന്നുള്ള പരിഗണനയിൽ പുറത്താക്കാതെ നിലനിർത്തി. ആ വ്യക്തി കമ്മ്യൂണിറ്റി മെമ്പറായ ട്രാൻസ് വുമൺ അന്ന രാജുവിനെ വീട്ടിൽ വെച്ച ബിയർ ബോട്ടിൽ വെച്ച് അടിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ വ്യക്തി നിരന്തരമായി കമ്മ്യൂണിറ്റിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും അക്രമരാഷ്ട്രീയവും സ്വജനപക്ഷപാതവും ജസ്റ്റിസ് ബോർഡ് ഗുണ്ടായിസം എന്ന നിലയിൽ ജസ്റ്റിസ് ബോർഡ് മെമ്പറിനെ നിലനിർത്തുകയും ചെയ്ത അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ഈ കൂട്ടായ്മയിൽ എല്ലാവരും ഒത്തുചേരുകയും ആ വ്യക്തിയെ പുറത്താക്കുന്നതുവരെ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഐക്യദാർഢ്യപ്പെടാൻ എല്ലാവരെയും ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിഷേധം KPCC ജനറൽ സെക്രട്ടറി M ജോബ് ഉദ്ഘാടനം ചെയ്തു. ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസ് സംസ്ഥാന രക്ഷാധികാരിയും KPCC അംഗവുമായ അരുണിമയം കുറുപ്പ സമരത്തിന് നേതൃത്വം നൽകി. വീണ്ടും ജയിലിൽ നിന്ന് ഇറങ്ങുകയും ട്രാൻസ്ജെൻഡർ കോൺഗ്രസിലെ പ്രവർത്തകയും നേതാവുമായിട്ടുള്ള കുമാരി അന്നയുടെ വീട്ടിൽ വന്ന് കയറുകയും അവളെ ആക്രമിക്കുകയും അവളെ മർദ്ദിക്കുകയും കൊലപാതകപ്പെടുത്താനും ശ്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദുവിനടക്കമുള്ള ആളുകളെ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഋഗ്വേദിനെ പോലുള്ള കാശാപ്പുകാരെ, തെമ്മാടികളെ, ഈ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ഉന്നമനത്തിന് വേണ്ടി നിൽക്കുന്ന സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കണമെന്ന് പിണറായി വിജയനോടും ഈ ഇടതുപക്ഷ സർക്കാരിനോടും പറഞ്ഞിട്ട് യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെയാണ് ഇവിടുത്തെ പരനാറിയുടെ ചെറ്റ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് സംരക്ഷണം നൽകേണ്ട ട്രാൻസ്ജെൻഡർ ബോർഡ് അംഗങ്ങൾ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളും പ്രവൃത്തിയുമായി പോയി കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? നിങ്ങൾക്കറിയാം, പേരിന് പ്രകസനത്തിന് വേണ്ടി മാത്രമുള്ള ബോർഡുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത്. ബോർഡുകൾ രൂപീകരിച്ചപ്പോൾ എന്താണ് ബോർഡിന്റെ മാനദണ്ഡം? ഇടതുപക്ഷ ചുവയുള്ള ആളുകളെ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ബോർഡാണ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇടതുപക്ഷരുടെ ബോർഡ് എന്ന് മാത്രം പറയാം. എഴുത്തും വായന അറിയാത്ത പ്രതികളായിട്ടുള്ള ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ ചില ഇടങ്ങളിൽ ഉൾപ്പെടുത്തി ആണ് ഈ ബോർഡ് സംവിധാനം പോകുന്നത്, വെറും പ്രകസനത്തിന്. ടൈം ന്യൂസ്, ആലപ്പുഴ. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അർത്തുങ്കൽ ബസിലിക്കയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠ ഞായറാഴ്ച നടക്കും. റോമിലെ സെന്റ് സെബാസ്റ്റ്യൻസ് ബസിലിക്കയിൽ നിന്ന് എത്തിച്ച വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുശേഷിപ്പ് അർത്തുങ്കൽ ബസിലിക്കയിലേക്ക് ശനിയാഴ്ച പുറപ്പെട്ടു. വിവിധ ദേവാലയങ്ങളിൽ പ്രയാണം നടത്തിയെത്തുന്ന തിരുശേഷിപ്പ് പള്ളിത്തോട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ നിന്നും ഞായറാഴ്ച അർത്തുങ്കൽ ബസിലിക്കയിലേക്ക് എത്തിക്കും. വൈകിട്ട് 4 ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കും. ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആന പറമ്പിലിന്റെ പ്രത്യേക ശുപാർശ പ്രകാരമാണ് തിരുശേഷിപ്പ് അർത്തുങ്കൽ ബസിലിക്കയിൽ പ്രതിഷ്ഠിക്കുന്നത്. റോമിലെ സെന്റ് സെബാസ്റ്റ്യൻസ് ബസിലിക്കയിലെ റെക്ടർ ഫാദർ സ്റ്റെഫാനോ തൗറോ, വൈസ് റെക്ടർ ഫാദർ കർമലോ സ്റ്റെഫാനോ എന്നിവരാണ് തിരുശേഷിപ്പുമായി എത്തുന്നത്. ടൈം ന്യൂസ്, ചേർത്തല. ദേവികുളങ്ങര പഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരണം നടന്നു. വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 25-26 സാമ്പത്തിക വർഷത്തെ പ്രതീക്ഷിത വരവുകൾ. ഈ പദ്ധതി കാലയളവിലും മുൻ വർഷങ്ങളെപ്പോലെ തനതു വരുമാന മാർഗമായി കെട്ടിട നികുതി, തൊഴിൽ നികുതി, മറ്റു നികുതിയേതര വരവുകൾ 100% ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രധാന തനതു വരുമാനങ്ങൾ വസ്തു നികുതി, തൊഴിൽ നികുതി എന്നീ ഇനത്തിൽ ലഭിക്കുന്നതാണ്. ആകെ റവന്യൂ നികുതി വരവുകൾ 71,50,000 രൂപ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നികുതിയേതര വരവുകൾ ഇനത്തിൽ 51,10,000 രൂപയും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജനറൽ പർപ്പസ് ഫണ്ട് ഇനത്തിൽ
1,42,45,000 രൂപയും സംസ്ഥാന ബഡ്ജറ്റിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് നീക്കിവെച്ചിട്ടുണ്ട്. പദ്ധതി ചെലവുകൾക്കായി വികസന ഫണ്ട് ജനറൽ 1,42,45,000, SCP 63,70,75,000, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് 56,87,000 രൂപയും മെയിൻ്റെനൻസ് ഗ്രാന്റ് റോഡ് ഇനത്തിൽ 1,74,70,000 രൂപയും റോഡ് ഇതര ഇനത്തിൽ 82,26,000 രൂപയും സംസ്ഥാന ബഡ്ജറ്റിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് നീക്കിവെച്ചിട്ടുണ്ട്. ദേവികുളങ്ങര പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് നീതുഷ രാജ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. പവനനാഥൻ അധ്യക്ഷത വഹിച്ചു. 27,51,16,844 രൂപ വരവും 26,91,42,844 രൂപ ചിലവും 59,74,000 രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. കാർഷിക മേഖല കൂടാതെ വിദ്യാഭ്യാസ മേഖലയ്ക്കും ഭവന നിർമ്മാണ പദ്ധതികൾക്കും ആരോഗ്യ മേഖലയ്ക്കും മൃഗസംരക്ഷണ മേഖലയ്ക്കും ബഡ്ജറ്റിൽ പ്രാധാന്യം നൽകുന്നുണ്ട്. കൃഷിക്കും മൃഗസംരക്ഷണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും ഉൽപ്പാദന മേഖലയിൽ 1,15,27,250 രൂപ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കാൻ പൊതുശുചീകരണ മേഖലയിൽ വിവിധ പദ്ധതികൾക്കായി ബഡ്ജറ്റിൽ 53,27,000 രൂപയും വകയിരുത്തി. പഞ്ചായത്തിൽ വ്യാപകമായി ഉപ്പുവെള്ള ഭീഷണി നേരിടുന്നത് പരിഹരിക്കുന്നതിനും പഞ്ചായത്തിൽ കൃഷികളും മറ്റ് ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനും ഓരുമുട്ടുകളുടെ മെയിൻ്റനൻസിനായി 1,50,00,000 രൂപയും ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. ടൈം ന്യൂസ്, ആലപ്പുഴ. EMS AKG ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി മുഹമ്മയിൽ ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും റാലിയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. EMS AKG ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച മുഹമ്മയിൽ ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ റാലിയും AKG മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും സമ്മേളനവും നടത്തി. 100 കണക്കിന് കുട്ടികൾ പങ്കെടുത്തു. ജയൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. എനിക്കും നിങ്ങൾക്കും നമ്മുടെ മക്കളെ ഒരു ആകുലതയോടെയാണ് നമ്മളിപ്പോൾ അവരെ സ്കൂളിലേക്ക് അയക്കണത്. അവര് പോകുന്ന വഴികളിലൊക്കെ അവരെ കെണിവെച്ചു പിടിക്കാൻ ചതിക്കുഴികൾ ഒരുക്കി പലരും കാത്തിരിപ്പുണ്ട് എന്നുള്ള ഒരു ഭീതി നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ ഈ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ വെല്ലുവിളിയെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെയും അവരുടെ ചിന്താശേഷിയെയും ഒക്കെ മരവിപ്പിച്ച് അവരെ ഈ മണ്ണിനും ഈ സമൂഹത്തിനും കൊള്ളാത്തവരാക്കി മാറ്റി അതിൽ നിന്ന് കൊള്ളലാഭം ഉണ്ടാക്കുന്ന ആളുകളാണ് ഈ മയക്കുമരുന്ന് മാഫിയ എന്നൊക്കെ പറയുന്നത്. അത് ചെറിയ കണ്ണിയല്ല. കേരളം അതിന്റെ പിടിയിൽ പയ്യെ കേരളം മാത്രമല്ല, ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും ആ നിലയിലാണ്. പക്ഷെ കേരളം അതിൽ നിന്ന് കുതറി മാറാൻ തയ്യാറാവുകയാണ്. ഗൗരി നന്ദന അധ്യക്ഷയായി. NP രവീന്ദ്രനാഥ്, A. പ്രേംനാഥ്, വിശാല അശോകൻ, വൈഗ പ്രദീപ് എന്നിവർ സംസാരിച്ചു. AKG ദിനമായ ശനിയാഴ്ച ദിനാചരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 5-ന് പ്രകടനവും പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. AKG മണ്ഡലത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ചേർന്ന സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദിനാചരണ കമ്മിറ്റി പ്രസിഡന്റ് CK സുരേന്ദ്രൻ അധ്യക്ഷനായി. ടൈം ന്യൂസ്, മുഹമ്മ. പുന്നപ്ര ഗവൺമെന്റ് മുസ്ലിം LP സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതിയിൽപ്പെടുത്തി 10 ലക്ഷം രൂപയിൽ മുതൽ മുടക്കി നിർമ്മിച്ച വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നടന്നു. സലാം MLA ഉദ്ഘാടനം ചെയ്തു. പുന്നപ്ര ഗവൺമെന്റ് മുസ്ലിം LP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ 10 ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ വർണ്ണക്കൂടാരം സലാം MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച നിലയിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തുകളുടെ കൂട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നല്ല ശ്രദ്ധ വയ്ക്കുകയും സംസ്ഥാന ശ്രദ്ധ തന്നെ നേടാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രോജക്റ്റുകൾ നടപ്പാക്കുകയും ചെയ്യുന്ന പഞ്ചായത്താണ് പുന്നപ്ര സൗത്ത് ഗ്രാമപഞ്ചായത്ത്. നമ്മുടെ പഞ്ചായത്തിന് സ്വകാര്യ ടോപ്പി കരസ്ഥമാക്കാൻ ഇടയാക്കിയതിലെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ ഒന്ന് വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതിയിൽ കൂടിയാണ് എന്ന കാര്യം പ്രത്യേകമായി എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാ ബാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ NK ബിജിമോൻ, സുലഭ ഷാജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി രമേശ്, BPC ഇൻചാർജ് MR പ്രേം, കമാൽ M. അക്കീൽ, S. മനു, SMC ചെയർമാൻ റോഷൻ ബഷീർ, U. ആദംകുട്ടി, R. രജിമോൻ, K. പ്രസന്നകുമാർ, M. സ്മിത, M. ഹസീന മോൾ, ഷിഹാബുദ്ദീൻ പോളക്കുളം, S. അഹമ്മദ്, J. സുഹൈൽ എന്നിവർ സംസാരിച്ചു. ഹൈടെക് ക്ലാസ് മുറിയുടെയും ആധുനിക ഇരിപ്പിട സൗകര്യമൊരുക്കിയ ക്ലാസ് മുറികളും സ്കൂളിന് സമർപ്പിച്ചു. പ്രധാന അധ്യാപിക ബിന്ദു ജോസ് സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ.
OP ടിക്കറ്റ് കൗണ്ടറിൽ ക്യൂ നിൽക്കുന്ന രോഗികൾക്ക് വെയിലേൽക്കാതിരിക്കാൻ ഷെഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചേർത്തല താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഓഫീസ് സമരം സംഘടിപ്പിച്ചു. OP ടിക്കറ്റ് കൗണ്ടറിൽ ക്യൂ നിൽക്കുന്ന രോഗികൾക്ക് വെയിലിൽ നിന്ന് രക്ഷ നേടാൻ ഷെഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നേതാക്കളും കൗൺസിലർമാരും ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ സമരം നടത്തി. 5 ദിവസമായി മാറ്റി സ്ഥാപിച്ച OP ടിക്കറ്റ് കൗണ്ടർ അത്യാഹിത വിഭാഗത്തിന് സമീപമാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ടിക്കറ്റിന് ക്യൂ നിൽക്കുന്നവർക്ക് വെയിലേൽക്കേണ്ടി വരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വെയിലേൽക്കാതെ നിൽക്കുന്നതിന് നടപടിയെടുക്കാത്ത സാഹചര്യത്തിലാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ പ്രതിഷേധിച്ചത്. അവർക്കറിയാം എങ്ങനെയെങ്കിലും മരുന്ന് മേടിച്ചിട്ട് ഒരാളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും രോഗമില്ലാത്തവരാരുമില്ല, രോഗമുള്ളവരാണ് ആശുപത്രിയിലേക്ക് വരുന്നത്. ഗവൺമെന്റിന്റെ നിർദ്ദേശമുള്ള 11 തൊട്ട് 3 മണി വരെ വെയിൽ കൊള്ളരുതെന്നുള്ളത് ഗവൺമെന്റ് നിർദ്ദേശമാണ്. എന്നിട്ടാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. 2 ദിവസത്തിനുള്ളിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. KPCC സെക്രട്ടറി S. ശരത്, കൗൺസിലർമാരായ B. ഫൈസൽ, B. ബാസി, ബാബു മുള്ളഞ്ചിറ, MA സാജു, നേതാക്കളായ ഉണ്ണികൃഷ്ണൻ, രജിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. AS കനാലിലെ പായൽ വാരിയും കളകൾ പറിച്ചും താമര കൃഷിക്ക് അനുയോജ്യമാക്കി ശ്രദ്ധേയനാവുകയാണ് വിഷ്ണു എന്ന യുവാവ്. ആലപ്പുഴ ചേർത്തല കനാലിനെ ഓർത്ത് വേദനിക്കുന്നവർ പാതിരപ്പള്ളി പുതുവൽ വീട്ടിൽ പെയിന്റിംഗ് തൊഴിലാളിയായ വിഷ്ണുവിനെ കണ്ടുപഠിക്കണം. കനാൽ തീരത്തെ വീടിന് മുന്നിൽ താമര വളർത്തിയാണ് വിഷ്ണു ജനശ്രദ്ധ കവരുന്നത്. കനാലിലെ പായൽ വാരിയും കളകൾ പറിച്ചും താമര കൃഷിക്ക് അനുയോജ്യമാക്കിയത് വിഷ്ണു ഒറ്റയ്ക്കാണ്. താമര വളരുന്ന ഭാഗത്തേക്ക് പായൽ കടന്നു വരാതിരിക്കാൻ മുളകൾ കനാലിന്റെ മുകൾ പരപ്പിൽ ചിറപോലെ സ്ഥാപിച്ചിട്ടുണ്ട്. താമരയുടെ പരിചരണത്തിന് കനാലിലൂടെ നീങ്ങാൻ തെർമോക്കോളിന്റെ വള്ളവും ഒരുക്കിയിട്ടുണ്ട്. രാവിലെയാണ് താമരകൾ കൂടുതലായി വിരിഞ്ഞു നിൽക്കുന്നത്. കനാൽ തീര റോഡിലൂടെ പോകുന്നവർക്ക് വിഷ്ണുവിന്റെ താമരപ്പൊയ്ക കൗതുക കാഴ്ചയാണ്. വൈകുന്നേര സമയങ്ങളിൽ ഉല്ലാസത്തിനായി ആൾക്കാർ ഇവിടെ എത്തുന്നുമുണ്ട്. താമര ആവശ്യമുള്ളവരും വിഷ്ണുവിനെ തേടി എത്താറുണ്ട്. ആലപ്പുഴ മുതൽ ചേർത്തല വരെ നീളുന്ന കനാൽ പൂർണ്ണമായും പായൽ തിങ്ങിക്കിടക്കുകയാണ്. പായലുകളും കളകളും നിറഞ്ഞ കനാൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഉയർത്തുന്നുണ്ട്. കനാൽ മലിനീകരണത്തെക്കുറിച്ച് ആകുലപ്പെടുന്നവർക്കുള്ള ചൂണ്ടുപലകയാണ് വിഷ്ണുവിന്റെ താമരപ്പൊയ്ക. ടൈം ന്യൂസ്, ആലപ്പുഴ. ജോലി തിരക്കിനിടയിലും ജൈവ കൃഷിയിൽ വിജയഗാഥ തുടരുകയാണ് സജീവും ഭാര്യ ജ്യോതിയും. മുഹമ്മ പഞ്ചായത്ത് 11ാം വാർഡിലാണ് സജീവിന്റെയും ജ്യോതിയുടെയും തോട്ടം. ജോലി തിരക്കിനിടയിലും ജൈവ കൃഷിയിൽ വിജയഗാഥ തുടരുകയാണ് സജീവും ഭാര്യ ജ്യോതിയും. മുഹമ്മ പഞ്ചായത്ത് 11ാം വാർഡിലാണ് ഇവരുടെ തോട്ടം. മുഹമ്മയിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായ സജീവ് ജോലിയുടെ ഇടവേളകളിലാണ് കൃഷിയിടത്തിൽ ശ്രദ്ധിക്കുന്നത്. ഭാര്യ ജ്യോതി അംഗനവാടി അധ്യാപികയാണ്. ജ്യോതിയും ജോലി കഴിഞ്ഞുള്ള സമയത്താണ് തോട്ടത്തിലെത്തുക. 40ഓളം സെന്റിലാണ് ഇവർ കൃഷി ഇറക്കിയതെങ്കിലും കണ്ണും മനവും നിറയുന്ന രീതിയിലാണ് വിളകൾ നിൽക്കുന്നത്. 1/2 മീറ്ററോളം നീളുന്ന പാവൽ, പച്ചപ്പാവൽ, വെളുത്ത പാവൽ, മുള്ളൻ വെള്ളരി, പൊട്ടുവെള്ളരി, പയർവർഗ്ഗങ്ങൾ, വെണ്ട, വഴുതന, വാഴ എന്നിങ്ങനെയുള്ള വിളകളാണ് കൂടുതലായി കൃഷി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും ഈ ദമ്പതികളുടെ കൊണ്ടൽ കൃഷി ശ്രദ്ധ കവർന്നിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NT റെജി, പഞ്ചായത്ത് അംഗം V. വിഷ്ണു, ആലപ്പുഴ കയർ ക്ലസ്റ്റർ സൊസൈറ്റി പ്രസിഡന്റ് സുധീർ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചേർത്തല കുത്തിയതോട് വില്ലേജ് മഹൽ വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർധനർക്കുള്ള 2ാമത്തെ വീടും നിർമ്മിച്ചു നൽകി. തുറവൂർ കുത്തിയതോട് വില്ലേജ് മഹൽ വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർധനർക്കുള്ള 2ാമത്തെ വീട് നിർമ്മിച്ചു നൽകി. വാട്സാപ്പ് കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളുടെയും കൈത്താങ്ങായ രാമകൃഷ്ണനും ഭാര്യയ്ക്കും ഒരു ചെറുഭവനം എന്ന പദ്ധതിയിൽ കുത്തിയതോട് പഞ്ചായത്ത് ചാലോപ്പള്ളി കോളനിയിലെ രാമകൃഷ്ണൻ സരസമ്മ ദമ്പതികൾക്കാണ് വീട് നൽകിയത്. താക്കോൽദാന കർമ്മം കൺവീനർ തുറവൂർ ഷിഹാബ് നിർവഹിച്ചു. ജാതിമത ഭേദമന്യേ രാമകൃഷ്ണൻ ചേട്ടൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കുകയും നമ്മളവരെ സമീപിച്ചുകൊണ്ട് താൽക്കാലികമായി അവർക്കൊരു തലചായ്ക്കാൻ ഒരിടം എന്ന പദ്ധതിയുമായി മുന്നോട്ട് വരികയും ഒരുപാട് ആൾക്കാരുടെ സഹായങ്ങളും ഗ്രൂപ്പിലെ സഹായങ്ങൾ, പ്രവാസികൾ, നാട്ടുകാർ എല്ലാവരുടെയും ഒത്തൊരുമയോട് കൂടിയുള്ള പ്രവർത്തനങ്ങൾക്കൊരു മാതൃക കൂടിയാണിത്. നമ്മുടെ സാഹചര്യം നമുക്കറിയാം. ഇപ്പോഴത്തെ കാലഘട്ടം തികച്ചും വർഗീയപരമായി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനൊക്കെ അതീതമായി കുത്തിയതോട് മഹൽ വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാമകൃഷ്ണൻ ചേട്ടനൊരു വീട് എന്ന പദ്ധതി നമ്മളിവിടെ ഉവണിഞ്ഞു. ഇതുമായി സഹകരിച്ച എല്ലാവർക്കും ഇത്തരണത്തിൽ ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ചടങ്ങിൽ ഖാദർ കുട്ടിച്ചാലക്കൽ, നൌഫൽ, സിയാദ് റാസി, സജിൽ പായിക്കാട്, അൻവർ കല്ലുവളി, നാസർ കൂത്താടിയിൽ, സെയ്ദു മുഹമ്മദ്, സിയാദ് റാസി ചാലക്കൽ, ഖാദർ കുട്ടി, നാസർ, അൻവർ, സജിൽ പായിക്കാട് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള NGO യൂണിയൻ 62ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ആലപ്പുഴയിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു.
ചേർത്തലയുടെ കലാസാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന PS കുമാർ അന്തരിച്ചു. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുൻപിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അർത്തുങ്കൽ ബസലിക്കയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠ ഞായറാഴ്ച നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.